ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പുതിയ കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇത് ഇവിടെ കാണുന്നുണ്ട്, ശബരിമല സീസൺ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതാണ് കോട്ടയത്തിൻ്റെ എൻട്രൻസ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു ചെറിയൊരു ജേർണി ആട്ടോ. കോട്ടയം ടു എറണാകുളം നമ്മുടെ കേപ്പ് SBC ഐലൻഡ് എക്സ്പ്രസ്സിൽ. കേപ്പ് എന്ന് പറഞ്ഞാൽ കന്യാകുമാരി ടു ബാംഗ്ലൂർ ഐലൻഡ് എക്സ്പ്രസ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എൻട്രൻസിലോട്ട് എത്തിയിട്ടാ. സോ ഇതുവഴി നേരെ പോകുമ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് എത്തുന്നത്. ഇതാട്ടോ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അകലേന്ന് ആ വണ്ടി ഇങ്ങനെ പതിയെ വരുന്നുണ്ട്. അതിന് അനൗൺസ്മെന്റും ചെയ്യുന്നുണ്ട്. നല്ല റഷാട്ടോ ജനറലി കയറാനായിട്ട്. പാലക്കാട് ജംഗ്ഷൻ വഴി ബാംഗ്ലൂർ വരെ പോകുന്ന കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യാത്രിयों कृपया ध्यान दीजिए, गाड़ी नंबर 1625 कन्याकुमारी से पालघाट होकर बंगलुरु तक जाने वाली कन्याकुमारी बंगलुरु एक्सप्रेस प्लेटफॉर्म नंबर 1 पर आ रही है. Your attention please. Train number 16525 Kanyakumari Bangalore Express from Kanyakumari to Bangalore via Palakkad is just arriving on platform number 1. വണ്ടി എത്തി. നല്ല തിരക്കാട്ടോ. ഇതിലെങ്ങനെയും കയറി പറ്റണം. നമുക്ക് ജനറലാണ് പോകുന്നത്. ഓ മാൻ, എന്താ തിരക്ക്. ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കില്ലായിരിക്കും എന്ന് വിചാരിച്ച് വന്നതാണ് ഗൈസ്. പക്ഷെ ഒടുക്കത്തെ തിരക്കായിപ്പോയി. എന്ത് ചെയ്യാനാ. നമുക്ക് ഇരിക്കാനും നിൽക്കാനും ഒന്നും സ്ഥലമില്ല കേട്ടോ. നമ്മൾ സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും വണ്ടി പതിയെ ഡിപ്പാർട്ട് ചെയ്തു കോട്ടയത്ത് നിന്ന്. സോ മര്യാദയ്ക്ക് നമുക്ക് വ്ലോഗ് എടുക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ഏറ്റുമാനൂരാണ് സ്കിപ്പ് ചെയ്ത് പോയത് കേട്ടോ. ആ ട്രാക്ക് സൗണ്ട് കേൾക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. സോ ഇനി ഇതിന് സ്റ്റോപ്പ് വരുന്നത് നമ്മുടെ പിറവം റോഡിലാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ നേരെ തൃപ്പൂണിത്തറ തന്നെ എറണാകുളമാണ്. ആദ്യത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ പിറവം റോഡിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് ഇതിന് സ്റ്റോപ്പ് കേട്ടോ. പിന്നെ നിറച്ച ആളാണ്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇച്ചിരി ശ്വാസമൊക്കെ കിട്ടിയത്. അങ്ങനെ നമ്മൾ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു 5:15 കഴിഞ്ഞപ്പോൾ എത്തി. ഇനി ഇവിടെ ഇതിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ്. കഴിഞ്ഞ് നേരെ എറണാകുളം ടൗണിലോട്ടാണ് ഈ വണ്ടി പോകുന്നത്. പിന്നെ ഇവിടെ മിക്കവരും ഇറങ്ങുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രീ ആയി. കാരണം എറണാകുളം ജംഗ്ഷനിലോട്ട് പോകുന്നവരെല്ലാം ഇവിടെ ഇറങ്ങി മെട്രോ പിടിച്ച് പോകുന്നവരുണ്ട്. സോറി, ഇവിടെ 2 മിനിറ്റ് അല്ല കേട്ടോ, 1 മിനിറ്റാണ് ആക്ച്വലി സ്റ്റോപ്പ് ഉള്ളത്. പക്ഷേ ഇവിടെ 2-3 മിനിറ്റ് നിർത്തിയതിന് ശേഷമാണ് വണ്ടി പതിയെ എടുക്കുകയാണ് കേട്ടോ തൃപ്പൂണിത്തറയിൽ നിന്ന്. ആ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മറ്റേ മെട്രോ പില്ലറുണ്ട്. നമ്മുടെ തൃപ്പൂണിത്തറ മെട്രോ ടെർമിനലിൻ്റെ ആ ഒരു തൂണും കാര്യങ്ങളൊക്കെയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ എറണാകുളത്തെ മിൽമ ഡയറിയാണ് കേട്ടോ. പാൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള. നമ്മുടെ കോട്ടയത്തും ഉണ്ട് ഈ ഒരു മിൽമ ഡയറി.
ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ എറണാകുളത്തെ മാർഷലിംഗ് യാർഡ്. സോ ഇവിടെ ഇവർ ക്ലീൻ ചെയ്ത് ഇവർ കുറച്ചും കൂടെ ട്രാക്സൊക്കെ ആഡ് ചെയ്യുന്ന വർക്കാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. മുമ്പ് ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ അവർ ചെറുതായിട്ട് വൃത്തിയാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ ട്രെയിൻസ് കിടക്കുന്നത്. സോ ഇവിടെയാണ് ഇവരുടെ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അജ്മീർ എറണാകുളം നമ്മുടെ കോട്ടയം വിട്ട് കഴിഞ്ഞാൽ നല്ല അടിച്ച് പൊളിച്ച് വണ്ടി വരും കേട്ടോ. പക്ഷേ അടിച്ച് പൊളിച്ചെടുത്ത സ്പീഡൊന്നും നമ്മുടെ എറണാകുളം ടൗണിലോട്ട് കയറാൻ വേണ്ടിയുള്ളൊരു കേർവുണ്ട്. സോ ആ കേർവിലെത്തുമ്പോൾ അതെല്ലാം ബാലൻസ് ആയി പോകും. അതാണൊരു പ്രശ്നം. കാരണം ഇവിടെ ഭയങ്കര സ്പീഡ് ലിമിറ്റ് ഉണ്ട്. സോ അത് ക്രോസ് ചെയ്ത് പോകുമ്പോഴേക്കും നമ്മൾ ലാഭിച്ച സമയമെല്ലാം ഇവിടെ പോകും. അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു ലൈനുണ്ട്. വരുന്നത് നമ്മുടെ ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസ് ആണ് കേട്ടോ. ഇത് നേരെ കോട്ടയത്തോട്ട് പോവുകയാണ്. ഒരു 6:30 ആകുമ്പോൾ കോട്ടയം എത്തും കേട്ടോ. അങ്ങനെ നമ്മൾ പയ്യെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുകയാണ് കേട്ടോ. സോ നമ്മുടെ യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഒരു ദിവസം ഇതിന് ഫുൾ ജേർണി ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ടൈം കിട്ടുന്ന പോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. യെസ്. അപ്പോൾ ഈ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിന് ലോക്മാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരം നോർത്ത് വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കേട്ടോ, കോട്ടയം വഴിയുള്ളത്.
ഇതാണ് നമ്മൾ നയിച്ച WP7 ലോക്കോമോട്ടീവ്. സോ ഇവിടെ എത്തിയപ്പം ഓൾമോസ്റ്റ് ജനറലിലൊക്കെ തിരക്ക് കുറഞ്ഞു. കാരണം മോസ്റ്റ്ലി എല്ലാവരും എറണാകുളത്തോട്ട് വരുന്നവരാണ്. അതുകൊണ്ട് സോ ഈ വണ്ടിക്ക് വേറൊരു വണ്ടിയായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അതായത് നമ്മുടെ ബാംഗ്ലൂർ ടു കന്യാകുമാരി വന്നതിന് ശേഷം കന്യാകുമാരിയിൽ നിന്ന് വീണ്ടും അത് ചെന്നൈ എഗ്മോർ വരെ പോകും. പിന്നെ ചെന്നൈ എഗ്മോറിൽ നിന്ന് തിരിച്ച് കന്യാകുമാരി വന്ന് കന്യാകുമാരിയിൽ നിന്ന് KSR ബാംഗ്ലൂർ വരെ പോകുന്നു. അങ്ങനെ ഒരു റേക്ക് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിതിൻ്റെ എൻഡിലോട്ട് വന്നപ്പോൾ അകലേന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റേ SMVT ബാംഗ്ലൂർ വരെ പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കേട്ടോ. സോ അപ്പോൾ അത് നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ്സിനെ ഓവർടേക്ക് ചെയ്ത് പോകും. ഇപ്പം സോ അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ നമ്മുടെ LTT കൊച്ചുവേളി നമ്മുടെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തിട്ടുണ്ട്. സോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യണം ഈ വീഡിയോസ്. നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.